നെക്സ്റ്റ് ഈസ് റോമനൈസേഷൻ ഓഫ് ബ്രിട്ടൻസ്. ഈ ബ്രിട്ടൻസ്കാരെയൊക്കെ എങ്ങനെയാണ് റോമനൈസ് ചെയ്ത്? സർ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രിക്കോളയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ എന്ന് ചോദിക്കാം. അന്നേരം പലതരത്തിലുള്ള ആൾക്കാർ പിന്നീടുള്ള ഗവർണേഴ്സ് ഇവിടെ വന്നെങ്കിലും അഗ്രിക്കോളയുടെ റിഫർമേഷൻ വളരെ വലുതായിരുന്നു. Following the conquest, Roman rule brought significant social, political, and cultural changes to Britain. Romans established a systematic administrative system in Britain to govern the newly conquered territory. സോ പുതിയതായിട്ട് കോൺകർ ചെയ്ത ടെറിട്ടറിയൊക്കെ പിടിച്ചെടുക്കുന്നതിനും അതിനെ ഗവേൺ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പുതിയതായിട്ട് കുറച്ച് സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ ഈ ബ്രിട്ടോൺസിന്റെ ഇടയിൽ വരുത്താനായിട്ട് അവർ ശ്രമിച്ചു. കാരണം ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കണം, ഇവരുടെ ഗവേണിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ഇവരുടെ കൾച്ചർ മനസ്സിലാക്കണം. അതനുസരിച്ച് ഈ ബ്രിട്ടൻകാർ ഇവരോട് പെരുമാറാൻ പഠിക്കണം. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. So Agricola's role. Agricola, who became the governor of Britain in 77 CE, played a crucial role in consolidating the Roman rule. He successfully completed the invasion, bringing Wales, Anglesey, Bringase in northern England under Roman control. അന്ന് ഈ ഇംഗ്ലണ്ടിൽ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്, വെയിൽസും ആംഗിൾസും ബ്രിങ്കേസും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം ഒരുമിപ്പിച്ച് റോമൻ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നോർത്തേൺ ഇംഗ്ലണ്ടിലെ പാർട്ടി കിടന്ന പല കൊച്ചു കൊച്ചു പാർട്ടികളെ നമ്മളുടെ ഇന്നത്തെ പ്രവിശ്യകൾ എന്ന് പറയും, ഓരോ പ്രവിശ്യകൾ, ആ പ്രവിശ്യകളെല്ലാം ഒരുമിച്ച് ഒറ്റ അണ്ടറിൽ കൊണ്ടുവരാൻ അഗ്രിക്കോളയ്ക്ക് സാധിച്ചു. Military fort. Agricola established new forts to ensure the safety and security of the conquered region. Agricola implemented policy changes to benefit the common man, including the price of goods, adjusting tax policies. He aimed to promote pax romana, Roman peace imposed through force, making peace more appealing than warfare. So ആ ഒരു ടൈമിൽ അദ്ദേഹം ഫോർട്ടുകൾ, കോട്ടകൾ സ്ഥാപിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉള്ള കെൽറ്റിക് പീപ്പിൾ ഇവരോട് അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരിക്കലും ഇവർ നിർത്തുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവരുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളുടെ അഗ്രിക്കോള അദ്ദേഹം പാക്സ് റൊമാന എന്ന് പറയുന്ന ഒരു പീസ് ട്രീറ്റി കൊണ്ടുവന്നു. അങ്ങനെയുള്ള പാക്സ് റൊമാന പ്രകാരം ഈ പറയുന്ന കെൽറ്റിക് പീപ്പിളുമായിട്ട് ഒരു സമാധാന ചർച്ചയിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനും നമ്മുടെ അഗ്രിക്കോളയ്ക്ക് സാധിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ ആണ്. അന്നേരം ഫോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, പാക്സ് റൊമാന എന്ന് പറയുന്ന ഒരു ട്രീറ്റി കൊണ്ടുവന്നു. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. Agricola initiated a program to educate the children of British leaders, integrating them into the Roman Empire. This contributed to the successful Romanization of Britain. അതുപോലെ തന്നെ അഗ്രിക്കോള മറ്റൊരു കാര്യത്തിന് തുടക്കം കുറിച്ചു. കാരണം ബ്രിട്ടീഷ് ലീഡേഴ്സിന്റെ മക്കളുണ്ട്, അവരെ എന്ത് ചെയ്യുക, ഒന്ന് ഹൈലി എഡ്യൂക്കേറ്റഡ് ആക്കി എടുക്കുക. അവരെ എഡ്യൂക്കേറ്റഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവരെ റോമൻ സ്ഥാനങ്ങളിലേക്കും ഗവേണൻസ് ബോഡിയിലേക്കും ഒക്കെ നിയമിക്കാനും അവർ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. നമ്മുടെ ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹൈലി പ്രൊഫൈലിലുള്ള ആൾക്കാരുടെ മക്കളെയെല്ലാം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, ഇല്ലേ? അവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് കൾച്ചർ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരെ ഇവരോടൊപ്പം കൂറ് പ്രഖ്യാപിക്കുക. അതുതന്നെയാണ് റോമൻകാരും ചെയ്തത്. Under Agricola's influence, Britons adopted Roman customs, clothing, and language. Latin became more prevalent, showcasing cultural assimilation. അഗ്രിക്കോളയുടെ സമയത്ത് ബ്രിട്ടനുകാര് ആ റോമൻകാരുടെ കസ്റ്റംസ്, ക്ലോത്തിങ്, ലാംഗ്വേജ് നമ്മൾ ഇന്ത്യക്കാരും ചെയ്തത് തന്നെ. ഇംഗ്ലീഷുകാരുടെ ക്ലോത്തിങ്, ഇംഗ്ലീഷുകാരുടെ കസ്റ്റം, ഇംഗ്ലീഷുകാരുടെ ഭാഷ, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണോ അഡോപ്റ്റ് ചെയ്യുകയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതുപോലെ ഇംഗ്ലീഷുകാർ റോമൻകാരെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച പോലെ റോമൻസിന്റെ ഭാഷയായിരുന്നു ലാറ്റിൻ ലാംഗ്വേജ്. അവർ ഈ ലാറ്റിൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. സോ വി ക്യാൻ സീ എ കൾച്ചറൽ അസിമിലേഷൻ. Building projects. Agricola initiated various building projects, bringing Roman features to settlements and towns. Baths in particular became popular among the native population. സോ അഗ്രിക്കോള കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പബ്ലിക് ബിൽഡിങ്ങുകളൊക്കെ സ്ഥാപിക്കുക. പണ്ടെന്ന് പറയുന്നത് ബാത്തുകൾ എന്ന് പറയുന്നത് വലിയ വലിയ കുളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുളിക്കാനുള്ള സ്ഥലങ്ങൾ, പബ്ലിക് ആയിട്ടുള്ള പ്ലേസസ് പണ്ടില്ലായിരുന്നു. ഈ ഇംഗ്ലീഷുകാരുടെ ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഹോട്ട് വാട്ടർ കിട്ടുന്ന പബ്ലിക് ബാത്ത് സെറ്റിംഗ് ചെയ്തത് അഗ്രിക്കോളയുടെ ടൈമിലാണ്.
Romanization efforts. Efforts of Agricola led to the Romanization of Britons, marked the transformation in their way of life, aligning with more closely with the Roman culture and practices. ഇംഗ്ലീഷുകാരുടെ ജീവിതമെല്ലാം തന്നെ നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് റോമൻകാരുടെ കൾച്ചറും അവരുടെ പ്രാക്ടീസസിനോടും ഏറ്റവും അടുത്ത രീതിയിലാക്കുന്നതിന് നല്ല ഒരു എഫേർട്ട് നമ്മുടെ അഗ്രിക്കോള എടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ അല്ല, അഗ്രിക്കോള എന്നൊന്ന് ഓർക്കുക. അന്നേരം അഗ്രിക്കോള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രിക്കോള ഗവർണറായ വർഷം 77 CE ആണ്. അതുപോലെ തന്നെ അറ്റ് ദാറ്റ് ടൈം he bring the states like Wales, Anglesey and Bringades in northern England under the Roman control. And he built the military forts, and he promoted Pax Romana or Roman peace treaty. Then he integrated the education, Roman education to the British leaders' children. Then he adopted Roman customs, clothing, language, and Latin became more prevalent at that time. So here we can see the cultural assimilation among the Romans and Britons. Then we can see he introduced the bath system in England, and due to his success, a successful Romanization among the Britons can be seen. ബ്രിട്ടോൺസിന്റെ അടുത്ത റോമനൈസേഷന്റെ പാർട്ടായിട്ട് എന്തൊക്കെയാണ് ഇന്റഗ്രേഷൻ, ഇവർക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇന്റഗ്രേഷൻ ഓഫ് റോമൻ എംപയർ. എങ്ങനെയാണ് റോമൻ എംപയർ ബ്രിട്ടീഷ് എംപയറിനോട് ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ച് മാറിയെന്നാണ് പറയുന്നത്. Roman conquest aimed at integrating Britain into the empire, bringing about significant social, political and cultural change. ഇവര് ഈ ബ്രിട്ടൻകാരെ ഇതൊക്കെ പഠിപ്പിക്കുകയും എടുക്കുകയും ചെയ്തതെന്ന് വെച്ചാൽ ചുമ്മാ ഒന്നുമല്ല, അവരുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ഇന്റഗ്രേഷന് തീരുമാനിച്ചത്. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇവർക്ക് കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഇവിടെ ബിൽഡിംഗ് ഉണ്ട്, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ഇവർക്ക് പകർന്നു കൊടുക്കുക. So first of all, they established Roman colony in Britain. So the first Roman colony was established at Camalodunum. Kando, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. What named the first Roman colony? That is, the first Roman colony established at Camalodunum or Colchester, serving as the capital and the center of Roman power in Britain. A temple commemorated Claudius' victory over the native population. അത് ഈ പറയുന്ന ആദ്യത്തെ റോമൻ കോളനി സ്ഥാപിച്ച് കെമിലോഡിനം അല്ലെങ്കിൽ കോൾച്ചെസ്റ്റർ അല്ലെങ്കിൽ ക്ലോച്ചെസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. അവിടെ എംപറർ ക്ലോഡിയസിന്റെ വലിയൊരു പ്രതിമ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റോമനൈസേഷൻ എഫോർട്ട്. Tacitus and historian Francis Haverfield described the Roman efforts to impose culture on Britons. Britain adopted Roman custom, language, clothing, daily activities like using baths. സോ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അഗ്രിക്കോളയുടെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ടത്. ഇനി ഇത് റോമനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻസിനുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ റോമനൈസേഷൻ എഫേർട്ട് ഇവിടേക്ക് വന്നപ്പോൾ റോമക്കാരെന്ത് ചെയ്തു? ഈ ഇംഗ്ലീഷുകാരെ അവരുടെ കൾച്ചർ, ട്രഡീഷൻ, അവരുടെ ലാംഗ്വേജ്, അവരുടെ കസ്റ്റംസ്, ക്ലോത്തിങ്, ഡെയിലി ആക്ടിവിറ്റീസ്, ഇതെല്ലാം തന്നെ ഇംഗ്ലീഷുകാരെ പറഞ്ഞ് പഠിപ്പിക്കാനും അവർക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ശ്രമിച്ചു. അങ്ങനെ കുറച്ച് റോമനൈസേഷൻ ഈ എഫേർട്ടിലൂടെ അവർക്ക് നടന്നു. Economic impact. Roman rule led to the development of thriving trade network between Britain and the European continent, involving the export of gold, silver, iron, cattle, wheat, hide and slaves. Britain imported luxury goods. എന്താ സംഭവിച്ചത്? പണ്ട് ഇന്ത്യയിലേക്ക് ഇവിടെയൊക്കെ ഇൻവൈഡ് ചെയ്ത് വന്നിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ പലതും അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതുപോലെ പണ്ട് റോമക്കാർ ബ്രിട്ടൻ ഇൻവൈഡ് ചെയ്ത് വന്നിട്ട് ബ്രിട്ടനിലുള്ള ഗോൾഡും സിൽവറും അയണും കാറ്റലും വീറ്റും ഹൈഡും അവിടെയുള്ള സ്ലേവ്സിനെയൊക്കെ അവർ മറ്റു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് ബ്രിട്ടനിലേക്ക് അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷറി ഗുഡ് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നമ്മളോട് അവർ കാണിച്ചത് പണ്ട് റോമക്കാർ അവരോട് കാണിച്ചത്. ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഒരു
റിലീജിയൻ അല്ല, ബ്രിട്ടീഷുകാർക്ക് പണ്ടെന്ന് പറയുന്നത് പാഗനിസം ആയിരുന്നു. ഓക്കെ, പാഗൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പ്രാകൃതമായിട്ടുള്ള ചിന്തകളും പ്രാകൃതമായിട്ടുള്ള മതങ്ങളും അങ്ങനെ ഉള്ളതായിരുന്നു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുണ്ടായി. അവർക്ക് ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു. പക്ഷെ റോമൻസ് ആണ് അവിടെ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Roman period introduced Christianity to Britain, replacing pagan beliefs. It marked a significant shift in the religious practices. Then infrastructure and development. Romans constructed an extensive road network over 16,000 kilometers, primarily for military purpose. The remains of Roman roads, including Hadrian Wall, Antony Wall, still exist. ഇപ്പോൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് റോമക്കാർ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് ആദ്യമായിട്ട് അവിടെ റോഡ് ബിൽഡ് ചെയ്തത് റോമൻസ് ആണ്. ഏകദേശം 16,000 കിലോമീറ്റർ നീളത്തിൽ വരുന്ന റോഡുകൾ അവരുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടി അവർ ബിൽഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹർഡിയൻ വാൾ, എംപറർ ഹർഡിയൻ ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, ഹർഡിയൻ വാൾ, അന്റോണിനി വാൾ, ഇതെല്ലാം ബിൽഡ് ചെയ്തത് റോമൻസിന്റെ കാലഘട്ടത്തിലാണ്. ഇനി അടുത്ത അർബൻ പ്ലാനിങ്. ഇവരുടെ പ്ലാനിങ് സിസ്റ്റം എങ്ങനെയൊക്കെയായിരുന്നു? നഗരവൽക്കരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റോമൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എ സിറ്റി ലിവിംഗ് കൾച്ചർ, ടൗൺസ് വിത്ത് ഗ്രിഡ് ലേഔട്ട്സ്. എന്താണ് ഗ്രിഡ് ലേഔട്ട്? അടുക്കടുക്കായിട്ട് കെട്ടിവെക്കുക. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ ഈ ഇംഗ്ലണ്ടിലും വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തോന്നിയ പോലെ അവിടെ അവിടെ വീടുകൾ നിൽക്കുകയല്ല. അവയ്ക്കൊക്കെ നിൽക്കുന്നതിന് നമ്മുടെ വില്ല സ്ട്രക്ചർ പോലെ ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അത് കെട്ടിയുണ്ടാക്കുക. ഇപ്പൊ വില്ലകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരേപോലെയുള്ള വീടുകൾ. അതുപോലെയുള്ള ഒരു അർബൻ പ്ലാനിങ് കൊണ്ടുവന്നത് നമ്മുടെ ഈ റോമൻ കാലഘട്ടത്തിലാണ്. സോ ഗ്രിഡ് ലേഔട്ട്, സ്ട്രീറ്റ്സ്, മാർക്കറ്റ് സ്ക്വയർസ്, ഇതെല്ലാം കൊണ്ടുവന്നത് റോമൻ കാലഘട്ടത്തിലാണ്. സം മോഡേൺ ബ്രിട്ടീഷ് ടൗൺസ് വിത്ത് നെയിംസ് ലൈക്ക് ചെസ്റ്റർ, കാസ്റ്റർ, സെസ്റ്റർ ഹൗ റോമൻ ഒറിജിൻ. അതുപോലെ ചെസ്റ്റർ, കാസ്റ്റർ, സെസ്റ്റർ ഇങ്ങനെയുള്ള പേരുകൾ റോമൻ ടൗൺസ് ബ്രിട്ടീഷ് ടൗൺസിന് കൊടുത്തതും ആരാണ്? റോമക്കാര്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മാഞ്ചസ്റ്റർ. ഓക്കെ, മാഞ്ചസ്റ്റർ, ലെങ്കാസ്റ്റർ, ഇതൊക്കെ വരുന്നത് ഈ റോമൻ ഇൻഫ്ലുവൻസിൽ നിന്ന് വന്നിട്ടുള്ള പേരുകളാണ്. Then prominence of London. London gained prominence during Roman rule, becoming the major city. Londinium, കണ്ടോ? ലോണ്ടിനിയം. അന്ന് ലണ്ടന്റെ റോമൻകാർ വിളിച്ചിരുന്ന പേരായിരുന്നു ലോണ്ടിനിയം. When traders become where traders from the Roman Empire exchanged goods. So ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള മേഖലയായിട്ട് ഇവർ തിരഞ്ഞെടുത്തിരുന്നത് ലണ്ടൻ ആയിരുന്നു. അങ്ങനെയാണ് ലണ്ടൻ ഒരു പ്രോമിനന്റ് സിറ്റി ആയിട്ട് മാറിയത്. Literacy and language impact. Romans promoted literacy, writing history, literature, laws in Latin. അവർ കൂടുതലും ലിറ്ററേച്ചറിനെയും മറ്റ് ഹിസ്റ്ററിയും എല്ലാം പ്രൊമോട്ട് ചെയ്തിരുന്ന ഏത് ഭാഷയിലായിരുന്നു? ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. Latin language influenced the British language with words and phrases adopted into British vocabulary. ലേറ്റർ ലാറ്റിൻ ലാംഗ്വേജിലുള്ള പല വാക്കുകളും ഇംഗ്ലീഷ് വൊക്കാബുലറിയിലേക്ക് ആഡ് ചെയ്യുകയും അങ്ങനെ അത് ഫ്രേസ് ഉത്ഭവിക്കുകയും ചെയ്തു. Legacy. Roman rule left a lasting impact on the Britain, influencing its towns, forts, religion, language, and cultural practices. Even after the Romans left, their contribution continued to be shaped British life. റോമക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മൾ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയത്. അതുപോലെ തന്നെ റോമക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടാണ് ബ്രിട്ടൻ വിട്ടു പോയത്. അവരുടെ ഫോർട്ടുകളും അവർ കൊണ്ടുവന്ന ക്രിസ്ത്യൻ റിലീജിയനും അവരുടെ ലാറ്റിൻ ലാംഗ്വേജും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസും അവരുടെ ടൗൺ സിസ്റ്റം ഒക്കെ ഇപ്പോഴും അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ ആ ഒരു ലെഗസി, ആ ഒരു പാരമ്പര്യം ബ്രിട്ടീഷുകാർക്കിടയിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി, കൾച്ചറലി, പൊളിറ്റിക്കലി എങ്ങനെയാണ് റോമനൈസേഷൻ ഇവർക്ക് ഉപകാരപ്പെട്ടതെന്നാണ്. ആദ്യത്തെ റോമൻ കോളനി സ്ഥാപിച്ചത് കെമിൻറ്റലം അല്ലെങ്കിൽ കോൾച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ ഒരു സ്ഥലത്ത് എംപറർ ക്ലോഡിയസിന്റെ അതികായ പ്രതിമ അവർ സ്ഥാപിച്ചു. ലേറ്റർ ഇവരെന്ന് പറയുന്നത് പല ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസ്, ബാത്തിങ് സിസ്റ്റം തൊട്ട് അവരുടെ ഭാഷ, ലാറ്റിൻ ലാംഗ്വേജ്, കസ്റ്റം, ട്രഡീഷൻ, ഇതിൻ്റെ അകത്തെല്ലാം തന്നെ റോമനൈസേഷൻ കൊണ്ടുവരാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗോൾഡും സിൽവറും കാറ്റല്, വീഡ്, ഹൈഡ്സ്, സ്ലേവ്സ് ഇതിനെല്ലാം തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവർ പോയി മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ലക്ഷറി ഗുഡ്സുകൾ ബ്രിട്ടനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു.
അതിനോടൊപ്പം തന്നെ പണ്ട് ഇംഗ്ലണ്ടില് പാഗനിസം പ്രാകൃതമായിട്ടുള്ള മതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം അവര് ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചതും ഈ പറയുന്ന റോമൻ കാലഘട്ടത്തിലാണ്. അതിനോടൊപ്പം തന്നെ ആദ്യമായി ഇംഗ്ലണ്ടില് 10,000 കിലോമീറ്ററോളം നീളം വരുന്ന റോഡ് മിലിറ്ററി പർപ്പസിനായിട്ട് സ്ഥാപിച്ചതും ആന്റോണി വാൾ, ഹഡ്രിയൻ വാൾ ഇതെല്ലാം സ്ഥാപിച്ചതും നമ്മുടെ റോമനൈസേഷന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഗ്രിഡ് ലേഔട്ട് സിസ്റ്റത്തിലുള്ള വീടുകൾ, സ്ട്രീറ്റുകൾ, മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചതെല്ലാം തന്നെ റോമൻ കാലഘട്ടത്തിലാണ്. റോമൻ കാലഘട്ടത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചെസ്റ്റർ, കാസ്റ്റർ, സെസ്റ്റർ എന്നുള്ള പേര് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ലണ്ടൻ അല്ലെങ്കിൽ ഈ ലണ്ടൻ ഇപ്പോഴാണ്, അന്നത്തെ കാലത്ത് റോമക്കാരെ ലണ്ടനെ വിളിച്ചിരുന്നത് ലോണ്ടിനം എന്ന് പറയുന്ന പേരിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ലണ്ടൻ പ്രോമിനന്റ് സിറ്റി ആയിട്ട് വരാൻ കാരണം അന്ന് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടന്നിരുന്ന സ്ഥലമായിരുന്നു ലണ്ടൻ. അങ്ങനെ ആ ഒരു സ്ഥലം പിന്നീട് പ്രോമിനന്റ് സിറ്റി ആയിട്ട് മാറി. അവർ കൂടുതലും ലിറ്ററസിയും ഹിസ്റ്ററിയും ലോസും എല്ലാം എഴുതിയിരുന്ന ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. ഗ്രാജുവലി ബ്രിട്ടീഷ് വൊക്കാബുലറിയിലേക്ക് പല ലാറ്റിൻ ഫ്രേസസും വേർഡ്സും കടന്നു വരികയും ബ്രിട്ടീഷ് വൊക്കാബുലറി ഇലാബറേറ്റ് ആവുകയും ചെയ്തു. ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൾച്ചറൽ ലൈഫിലും റിലീജിയനിലും ലാംഗ്വേജിലും അവരുടെ സോഷ്യൽ ലൈഫിലും ഒക്കെ തന്നെ റോമക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് അഡ്വെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ജോർജിയൻ മിഷൻ. അന്നേരം നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ എന്ന് പറയുന്നത് അന്ന് ക്രിസ്ത്യൻ റിലീജിയൻ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവിടെ പാഗനിസം ആയിരുന്നു. പ്രാകൃതമായ മതങ്ങളും ആചാരങ്ങളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. വിഗ്രഹാരാധനയും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ റോമക്കാരാണ് ആദ്യമായിട്ട് അവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. ഇതെങ്ങനെയായിരുന്നു? ഇതിന് വന്നിരുന്ന ആദ്യത്തെ മിഷൻ ആയിരുന്നു ജോർജിയൻ മിഷൻ എന്ന് അറിയപ്പെടുന്നത്. അന്നേരം ഇതിനെയൊക്കെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ വരാം. In the first century AD, Britain practiced pagan beliefs, particularly Druidism. ഇത് നമുക്കൊന്ന് നോക്കണം. അവിടുത്തെ മതമായിരുന്നു ഡ്രൂയിഡിസം എന്ന് പറയുന്നത്. ആൻഡ് ഹാഡ് നോ ഓർഗനൈസ്ഡ് എഫേർട്ട് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. അന്ന് ആദ്യം ആൾക്കാരും തന്നെ ഇതിനെ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു കളക്റ്റീവ് എഫേർട്ട് ഒന്നും നടത്തിയിരുന്നില്ല. സോ അവരുടെ മതം എന്ന് വെച്ചാൽ ഡ്രൂയിഡിസം ആയിരുന്നു, പാഗൻ ബിലീഫ് ആയിരുന്നു. Roman traders and artisans in Britain began spreading the story and teachings of Jesus Christ after the Roman conquest and legalization of Christianity in the Roman Empire. അങ്ങനെ ചില ക്രിസ്ത്യൻ മിഷണറിമാര് നമ്മുടെ റോമക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ ഇംഗ്ലണ്ടിലേക്ക് വന്നു. പക്ഷെ അത് വലിയ സ്വാധീനം ചെലുത്തിയില്ല. പിന്നീട് റോമൻ ട്രേഡേഴ്സും ആർട്ടീഷ്യൻസും അങ്ങനെയുള്ള ആൾക്കാർ ഇംഗ്ലണ്ടിലേക്ക് വന്നു. അവര് ഈ ജീസസ് ക്രൈസ്റ്റിന്റെ വീരചരിത്രങ്ങളും കഥകളും ഒക്കെ ഈ പറയുന്ന ഇംഗ്ലണ്ടിലുള്ള ജനതയോട് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അവര് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നത് പോലും. പിന്നീടാണ് ജോർജിയൻ മിഷൻ നടക്കുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റോമൻ ജനത, റോമൻ എംപറർ ആ ഒരു ടൈമിലുള്ള അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. മിഷണറിമാര് പോയാലോ അല്ലെങ്കിൽ ട്രേഡേഴ്സ് പറഞ്ഞുകൊണ്ടോ ഒന്നും തന്നെ ഈ പീപ്പിൾസ് ഒന്നും തന്നെ ഇനി ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരില്ല. അവര് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ രാജാവ് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മളുടെ നേതാവ് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നേതാവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് പ്രജകളും അത് ഏറ്റെടുക്കും. അതുകൊണ്ട് നേതാവിലേക്കാണ് ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിച്ച അദ്ദേഹം ജോർജിയൻ മിഷന് തുടക്കമിട്ടു. ഓക്കെ, Pope Gregory the Great dispatched the Georgian mission in 597 AD to convert Anglo-Saxon Britain to Christianity. Augustine, a Benedictine monk, led the mission to Kent. അങ്ങനെയിരിക്കെ പോപ്പ് ഗ്രിഗറി ബെനഡിക്റ്റൈൻ മങ്ക് ആയിട്ടുള്ള അഗസ്റ്റിനെ വിളിച്ച്, സെയിന്റ് അഗസ്റ്റിൻ ആയിട്ടുള്ള അഗസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കെന്റിലേക്ക് പോകണം. കെന്റിലേക്ക് പോയിട്ട് അവിടുത്തെ രാജാവായ എഥിൽബർട്ടിനെ മീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി നിങ്ങൾ പറയണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെടണം. ഇവിടെ ഞങ്ങൾക്കൊരു ചർച്ച് സ്ഥാപിക്കണം, അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണം എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടണം. ഇതാണ് പോപ്പ് ഗ്രിഗറി നമ്മുടെ അഗസ്റ്റിൻ മങ്കായ സെയിന്റ് അഗസ്റ്റിനോട് ആവശ്യപ്പെട്ടത്. അന്നേരം കെന്റിലെ രാജാവിനോട് പോയി കാണണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻ 597 AD.
The mission successfully converted Ethelbert, the ruler of Kent, to Christianity. This allowed missionaries to preach freely, and establishment of Episcopal Church at Canterbury marked a significant milestone. അങ്ങനെ നമ്മുടെ എത്തിൽബർട്ട് രാജാവിനെ ചെന്ന് കെന്റിലെ രാജാവ് എത്തിൽബർട്ടിനെ ചെന്ന് കണ്ടു. സെയിന്റ് എഗസ്റ്റിൻ ചെന്ന് കണ്ടു. അങ്ങനെ എതിൽബർട്ട് പറഞ്ഞു, നിങ്ങളുടെ മതമായ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ ചർച്ചായ എപ്പിസ്കോപ്പൽ ചർച്ച്, റോമൻ ചർച്ചിനെ പറയുന്ന പേരാണ് എപ്പിസ്കോപ്പൽ ചർച്ച്. ഇവിടെ കാൻറ്റർബറി എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും കാൻറ്റർബറി എന്നാണ്. ഓക്കെ, കാൻറ്റർബറി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ക്രിസ്ത്യൻ മിഷണറി ആക്ട് നിങ്ങൾക്ക് ചെയ്യാം. ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കാൻ അത് എന്റെ സമ്മതം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അങ്ങനെ രാജാവ് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ആയപ്പോൾ തന്നെ അവിടെയുള്ള ഭൂരിഭാഗം പ്രജകളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായി. അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. കാരണം ഒരു ജനത മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവർ ഒരുപാട് വർഷങ്ങളായി അവർ പല രീതിയിൽ മിഷണറി നടത്തിയിരുന്നെങ്കിലും, അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും, ഇത്രയേറെ ജനങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൺവേർഷനിലൂടെ ഒരുമിച്ച് വരുന്നത്. Augustine's role. Augustine, the leader of mission, became the first Archbishop of Canterbury in 597. അങ്ങനെ ആദ്യത്തെ ചർച്ച് കാൻറ്റർബറിയിൽ 597 സ്ഥാപിച്ചു. അന്നത്തെ പോപ്പ് ഗ്രിഗറി ആയിരുന്ന വ്യക്തി, പോപ്പായിരുന്ന പോപ്പ് ഗ്രിഗറി നമ്മുടെ അഗസ്റ്റിനെ അവിടുത്തെ ആർച്ച് ബിഷപ്പായിട്ട് പ്രഖ്യാപിച്ചു. He is later known as the Apostle of English and the founder of English Church. ഇംഗ്ലീഷ് ചർച്ചിന്റെ സ്ഥാപകനും അപ്പോസ്റ്റൽ ഓഫ് ഇംഗ്ലീഷ് എന്ന് അറിയപ്പെട്ടത് നമ്മുടെ അഗസ്റ്റിൻ ആയിരുന്നു. Okay, later he became known as Saint Augustine, and he is the first Archbishop of Canterbury. The first church established in Rome in 597 AD. And he is later become known as Apostle of English. He is known as the founder of English Church. Okay. അന്നേരം നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പാഗനിസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത് പാഗൻ കൾച്ചറും പാഗൻ റിലീജിയനും ഒക്കെ ആയിരുന്നു. ആൻഡ് ദർ പാഗൻ റിലീജിയൻ ഈസ് നോൺ ആസ് ഡ്രൂയിഡിസം. ഒരു കളക്റ്റീവ് എഫേർട്ട് ഒന്നും ഇത് മാറ്റിയെടുക്കാൻ ഉണ്ടായിരുന്നില്ല. ലേറ്റർ ആ ഒരു ടൈമിൽ പോപ്പ് ഗ്രിഗറി അഗസ്റ്റിനോട്, ബെനഡിക്റ്റിൻ മങ്കായ അഗസ്റ്റിനോട് കെന്റിലേക്ക് പോകാനും കെന്റിലെ രാജാവായ എത്തിൽബർട്ടിനെ ചെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഇവിടെ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കാനും പറഞ്ഞു. അങ്ങനെ അഗസ്റ്റിൻ കെന്റിലേക്ക് പോവുകയും നമ്മുടെ എത്തിൽബർട്ടിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. എത്തിൽബർട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവുകയും അങ്ങനെ ആദ്യത്തെ എപ്പിസ്കോപ്പൽ ചർച്ച് കാൻറ്റർബറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത 597 എസ്റ്റാബ്ലിഷ് ചെയ്ത ചർച്ചിന്റെ ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ആയിരുന്നു സെയിന്റ് അഗസ്റ്റിൻ. He is later known as Apostle of the English, and he is known as the founder of English Church. സോ നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചതെന്ന് വെച്ചാൽ റോമൻ ഇൻവേഷനെ കുറിച്ച് പഠിച്ചു. 2 types ഓഫ് റോമൻ ഇൻവേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻവേഷൻ എന്ന് പറയുന്നത് ജൂലിയസ് സീസറിന്റെ 54 BC-യിലും, സെക്കൻഡ് ഇൻവേഷൻ എന്ന് പറയുന്നത് ക്ലോഡിസിന്റെ 43 BC-യിലുമായിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ റോമനൈസേഷൻ എഫേർട്സും അതുപോലെ തന്നെ ക്ലോഡീസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളി എന്ന് പറയുന്നത് കാസിവൽനസ് ആയിരുന്നെങ്കിൽ ക്ലോഡിയസിന്റെ കാലഘട്ടത്തിൽ ക്രക്ടാക്കസ് ആയിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മൾ പിന്നീട് ബോഡിക്കാർ റിബലിനെ പറ്റി പഠിച്ചത്. പിന്നെ അഗ്രിക്കോള റിഫോം പഠിച്ചു. അഗ്രിക്കോള റിഫോമിന് ശേഷം നമ്മൾ റോമനൈസേഷൻ എഫേർട്സ് പഠിച്ചു. റോമനൈസേഷൻ എങ്ങനെയൊക്കെ മാറ്റങ്ങളാണ് എഡ്യൂക്കേഷനിലും റിലീജിയനിലും അർബൺ എഫേർട്ടിലും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പഠിച്ചു. അതിനുശേഷം ജോർജിയൻ മിഷൻ, ക്രിസ്ത്യാനിറ്റിയുടെ അഡ്വെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്